നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. യാതൊരു ആവശ്യവുമില്ലാതെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ടാണ് അതിനെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച് വന്ന ഒരാള് ഇടതുപക്ഷ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുന്നു. അതിന്റെ ഒഴിവിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിന്, പൊതു മണ്ഡലത്തിന് ഒരു മാറ്റം അനിവാര്യമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ 1964 കേരള കോൺഗ്രസ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടി ഏകദേശം 10-25ഓളം സീറ്റുകൾ മധ്യ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ തൃശ്ശൂർ മുതലുള്ള ജില്ലകളിലൊക്കെ തന്നെ MLA-മാരെ സൃഷ്ടിക്കാനായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു. ഈ 1964 കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെ ഇടതുപക്ഷത്തില് CPI-യുടെ പിളർച്ച, അതുപോലെ തന്നെ തമിഴ്നാട്ടില്, അതുപോലെ തന്നെ ആന്ധ്രയിലൊക്കെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ ഉയർന്നു വരികയും അത്തരത്തിലുള്ള പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഭരണത്തിൽ ഏറുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെ ഈ ഏകദേശം 25 സീറ്റുകൾ കിട്ടുകയും ആ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും അധികാരം ലഭിക്കാതെ ആ നിയമസഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അപജയം ഉണ്ടാവുന്നത്. അതായത് കോൺഗ്രസ് വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലൈനിൽ ആരംഭിച്ച കേരള കോൺഗ്രസ് പാർട്ടി, പൊതുവെ കേരള കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചിട്ട് ആളുകൾ പറയുന്ന ഒരു ആക്ഷേപം, അല്ലെങ്കിൽ കേരളത്തിൽ ചില രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം, പിളരുന്നു, അത് വളരുന്നു എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ഒരു പൊതുമണ്ഡലത്തിൽ ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ നേതൃത്വത്തിൽ അതിൽ തന്നെ മുന്നോക്ക ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളും എല്ലാം കൂടി ചേർന്ന് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു സത്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി. പക്ഷെ ആ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പിന്നീടുള്ള അപജയം എന്ന് പറയുന്നത് തികച്ചും വളരെ മോശപ്പെട്ട രീതിയിൽ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള നെറിയീടും ചെയ്യാൻ പോരുന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും നേതാക്കളും മാറി എന്നുള്ളതാണ്.